സംസ്ഥാനത്ത് ഇന്നും മഴ തുടരും. 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. കണ്ണൂർ ജില്ലയിൽ അതിതീവ്ര മഴയ്ക്ക് ഉള്ള സാധ്യതയും തുടരുകയാണ്. മഴ തുടരുന്ന സാഹചര്യത്തിൽ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അംഗൻവാടികൾക്കും പ്രൊഫഷണൽ കോളേജുകൾക്കും ഉൾപ്പെടെ ഈ അവധി ബാധകമാണ്. വിവരങ്ങളുമായി ശശി നാരായണനാണ് നമ്മളുമായി ചേരുന്നത്. ശശി, എന്തൊക്കെയാണ് പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള വാർത്തകൾ? വെള്ളം ഇടയ്ക്കൊന്ന് ഇറങ്ങി തുടങ്ങിയിരുന്നു, എന്നാൽ ഇപ്പോൾ വീണ്ടും മഴ ശക്തമാകുന്നു എന്നുള്ള വാർത്തകളാണ് നമുക്ക് ലഭിക്കുന്നത്. ഇന്നലെ രാത്രിയൊക്കെ മഴയുണ്ടായിരുന്നു. എന്താണ് അവിടുത്തെ സാഹചര്യം? പത്തനംതിട്ട ജില്ലയിലെ മഴ മേഖലയിൽ ലഭിക്കുന്നുണ്ട്. ഒപ്പം അതെ, ഇന്നും 8 ജില്ലകളിൽ അവധി പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. ഇന്ന് രാവിലത്തോടെയാണ് പല ജില്ലകളിലും കളക്ടർ അവധി പ്രഖ്യാപിച്ചത്. മഴ ഇടയ്ക്കൊന്ന് ശമിച്ചിരുന്നു. ഇന്നലെയൊക്കെ വളരെ ആശ്വാസകരമായ ഒരു വാർത്തയാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടായിരുന്നത്. മിക്ക ജില്ലകളിലും തന്നെ വെള്ളം ഇറങ്ങി തുടങ്ങിയിരുന്നു. ജനവാസം പഴയ അവസ്ഥയിലേക്കും തിരികെ എത്തുന്ന സാഹചര്യമായിരുന്നു. ദുരിതാശ്വാസ ക്യാമ്പുകളിലൊക്കെ കഴിയുന്നവർ വീടുകളിലേക്കൊക്കെ തിരിച്ചു മാറുന്ന ഒരു അവസ്ഥയും ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ വീണ്ടും മഴ ശക്തമാകുമെന്നുള്ള വാർത്തയാണ് വരുന്നത്. ഇതാ പത്തനംതിട്ട ജില്ലയിൽ നിന്നും ശശി നാരായണൻ നമ്മളുമായി വീണ്ടും ചേർന്നു. ശശി, എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിശദാംശങ്ങൾ? പത്തനംതിട്ട ജില്ലയിലെ മഴ ഇന്നലെ രാത്രിയിൽ ഇന്നും ഇപ്പോൾ മഴ തുടരുന്നുണ്ട്. നഗരപ്രദേശങ്ങളിലൊക്കെ ഇടപെട്ടാണ് മഴ ലഭിക്കുന്നത്. ഇന്നലെ രാത്രിയിൽ വനമേഖലയിൽ നല്ല രീതിയിൽ മഴ ലഭിച്ചു എന്നുള്ള വിവരമുണ്ട്. എന്തായാലും റാന്നിയിലും ആറന്മുളയിലും മഴ മാറി സാധാരണ രീതിയിലേക്ക് ജനജീവിതം എത്തുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ 2 ദിവസമായി ഉണ്ടായിരുന്നു. ക്യാമ്പുകളിൽ നിന്നും ആളുകൾ വീടുകളിലേക്ക് മടങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. ഗതാഗതം അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളുമൊക്കെ സാധാരണ രീതിയിലേക്ക് അവിടുത്തെ ജനങ്ങൾ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങുന്ന സാഹചര്യമാണ് ആറന്മുളയിലും റാന്നിയിലും ഒക്കെ ഉള്ളത്. അതേസമയം ഈ പ്രദേശങ്ങളിലെ വീടുകളിലെയും അതുപോലെ കടകളിലെയും ഒക്കെ നാശനഷ്ടങ്ങൾ വലിയാണ്. അത് സന്നദ്ധ സംഘടനാ പ്രവർത്തകരുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിലാണ് ഇവിടെ വൃത്തിയാക്കലും മറ്റ് ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത്. അതേസമയം അപ്പർ കുട്ടനാട് മേഖല, തിരുവല്ല, പെരിങ്ങര, കടപ്ര തുടങ്ങിയ ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് ഇപ്പോഴും തുടരുന്നുണ്ട്. അവിടെയാണ് ഏറ്റവും കൂടുതൽ ക്യാമ്പുകൾ ഉള്ളത്. എന്തായാലും അവിടുത്തെ ആളുകൾ ക്യാമ്പിൽ തന്നെ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. വെള്ളക്കെട്ട് വീട്ടിൽ നിന്ന് മാറാത്തുണ്ട്. തിരികെ അവർക്ക് വീട്ടിലെത്താൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അതേസമയം MC റോഡിലേക്ക് ഗതാഗതം വീണ്ടും പൂർവ്വസ്ഥിതിയിലേക്കായിട്ടുണ്ട്. വാഹന ഗതാഗതം കൃത്യമായി നടക്കുന്നുമുണ്ട്. ചെങ്ങന്നൂരും ഒക്കെ പന്തളത്തേക്കൊക്കെ സർവീസൊക്കെ കഴിഞ്ഞ 2 ദിവസമൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇപ്പൊ സാധാരണ രീതിയിലേക്ക് വാഹനങ്ങൾ പോകുന്നതും അതുപോലെ തന്നെ ജനത്തിന്റെ ജീവിതം ഒക്കെ സാധാരണ നിലയിലേക്ക് മാറിയിട്ടുണ്ട്. അതേസമയം 2 ദിവസമായി ഇന്നലെയിൽ നിന്നും മഴ കുറഞ്ഞതുകൊണ്ടാണ് നദിയിലെ ജലനിരപ്പ് താഴ്ന്നിട്ടുള്ളത്. ഇന്നലെ റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചത്. ഇന്ന് ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ്. ഇന്നലെ രാത്രിയിൽ മഴ വനമേഖലയിൽ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ നഗരപ്രദേശങ്ങളും ചെറിയ തോതിൽ മഴയുണ്ട്. ഇന്ന് രാവിലെയും മഴ തുടരുകയാണ്. അതേസമയം നദിയിലെ ജലനിരപ്പ് കാര്യമായി ഉയർന്നിട്ടില്ല. അതുകൊണ്ട് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. എന്തായാലും 3 ദിവസം 6, 7, 8 എന്ന് 3 ദിവസം ജില്ലാ ഭരണകൂടം ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ക്യാമ്പുകളിൽ നിന്നും ആളുകൾ 8-ന് ശേഷം പോയാൽ മതി എന്നുള്ള നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം, ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിട്ടുള്ളത്. അത്തരത്തിൽ ആളുകൾ തിരിച്ച് 8-ാം തീയതി നാളെ കഴിഞ്ഞ ശേഷം ക്യാമ്പിൽ മടങ്ങാം എന്നുള്ള മുന്നറിയിപ്പാണുള്ളത്. എന്തായാലും ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം അവധി ഇന്നത്തെ ഈ മഴയുടെ സാഹചര്യം വെച്ച് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിലവിൽ ഈ വീടുകളിലേക്ക് തിരിച്ചു പോകുന്ന ആളുകളുടെ അവസ്ഥയാണ് ഏറ്റവും പരിതാപകരം. കാരണം അവർ വീട്ടിൽ തിരിച്ചു ചെന്നാൽ താമസിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അത് സന്നദ്ധ സംഘടന പ്രവർത്തകരുടെയും നാട്ടുകാരുടെയും അതുപോലെ തന്നെ മറ്റ് സഹായങ്ങൾ കൊണ്ടാണ് വീട് വൃത്തിയാക്കി അവർ തിരികെ മടങ്ങുന്നത്. എന്തായാലും അവിടെ വീട്ടിലുള്ള സാധനങ്ങൾ, അതായത് വീട്ടു സാധനങ്ങൾ പൂർണ്ണമായി നഷ്ടപ്പെട്ട ആളുകളുണ്ട്. അതുപോലെ തന്നെ വ്യാപാരികളും വലിയ ദുരിതം അനുഭവിക്കുന്നുണ്ട്. കാരണം അവരുടെ ഓണക്കാലമായതോടെ അവരുടെ സാധനങ്ങളൊക്കെ നഷ്ടപ്പെട്ട ലക്ഷങ്ങളുടെ നാശനഷ്ടം വ്യാപാരികൾക്ക് ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലൊരു ബുദ്ധിമുട്ട് ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയിലെയും റാന്നിയിലെയും തിരുവല്ല അടക്കമുള്ള മേഖലയിലെ ജനങ്ങൾ അനുഭവിക്കുന്നു എന്നുള്ളതാണ് ഈ അവസരവുമായി ബന്ധപ്പെട്ട് നമുക്ക് എടുത്തു പറയേണ്ട കാര്യം. കാരണം ഈ ദുരിതങ്ങൾക്കൊരു പരിഹാരം സർക്കാർ സഹായം മാത്രമാണ്. പക്ഷെ സർക്കാർ സഹായം പരിമിതമാണെന്നാണ് വ്യാപാരികൾ വ്യക്തമാക്കുന്നത്. വീടുകളിലേക്ക് മാറി താമസിക്കുന്ന വീട് ശുചീകരണത്തിനായി 10,000 രൂപയാണ് സർക്കാർ ഇപ്പോൾ നൽകിയിട്ടുള്ളത്. അതേസമയം വീട് നഷ്ടപ്പെട്ടവരുടെ കാര്യം ഈ ചെറിയ തുക കൊണ്ട്, സർക്കാർ പ്രഖ്യാപിച്ച തുക കൊണ്ട്
അത് പൂർത്തീകരിക്കാൻ കഴിയത്തില്ല എന്നുള്ള കാര്യമാണ്. വലിയ വീടുകളൊക്കെ, 2 നിലയുള്ള വീടുകളൊക്കെ വളരെ മോശമായ രീതിയിൽ നാശനഷ്ടം സംഭവിച്ച വീടുകളുണ്ട്. അങ്ങനെ വലിയ ദുരിതം, സമാനതയില്ലാത്ത ദുരിതം ആറന്മുളയിലും റാന്നിയിലുമുള്ള കടകളും അതുപോലെ വീടുകളുമുള്ള ആളുകൾ അനുഭവിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. മലയോര മേഖലയിലേക്കുള്ള യാത്രകൾക്കൊക്കെ നിരോധനമുണ്ട്. മലയോര മേഖലയിൽ നല്ല മഴ ലഭിക്കുന്നുണ്ട് ഇന്നലെ തൊട്ട് എന്നുള്ളതാണ് അറിയുന്നത്. വാഹന ഗതാഗതത്തിന് ഒരു നിയന്ത്രണമുണ്ട്, വിനോദസഞ്ചാര മേഖലയിലേക്കും നിയന്ത്രണമുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ ഓറഞ്ച് അലർട്ടാണ് ജില്ലയിലുള്ളത്. വരും മണിക്കൂറുകളിൽ മഴ കൂടുതൽ ലഭിച്ചാൽ ഈ 2 ദിവസമായി ഈ നദിയിലെ ജലനിരപ്പെല്ലാം താഴ്ന്ന പശ്ചാത്തലത്തിൽ വീണ്ടും മഴ ലഭിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ പ്രളയത്തിന്റെയോ മറ്റു കാര്യങ്ങളിലോ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ക്യാമ്പുകളിൽ ആളുകൾ തുടരണം എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടത്തിന് നിർദ്ദേശം ഇപ്പോൾ നൽകിയിട്ടുള്ളത്. ശരി ശശി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.